এবং বিবেকসম্মতভাবে নির্বাহ করিব এবং ভয় বা পক্ষপাত প্রীতি বা বিদ্বেষ রহিত হইয়া সকল শ্রেণীর জনগণের প্রতি সংবিধান ও বিধি অনুসারে ন্যায়াচরণ করিব। আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি, আমি প্রত্যক্ষ বা পরোক্ষভাবে কোনো ব্যক্তি বা ব্যক্তিগণের নিকট জ্ঞাপন করিব না বা প্রকাশ করিব না। പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആദ്യത്തെ BJP നേതാവ് വരികയാണ്. സുവേന്ദു അധികാരി. ബംഗാളി ഭാഷയിലാണ് സുവേന്ദു സത്യപ്രതിജ്ഞ ചെയ്തത്. വെസ്റ്റ് ബംഗാൾ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എന്തായാലും BJPക്ക് ഇതൊരു ചരിത്ര നിമിഷമാണ്. 200-ലധികം സീറ്റുകളുമായി അധികാരത്തിലേക്ക് BJP കടന്നു വരുന്നു. സുവേന്ദു അധികാരി മമതാ ബാനർജിയെ തന്നെ തോൽപ്പിച്ച് കഴിഞ്ഞ തവണയും വലിയ തരത്തിൽ വിജയം നേടിയ സുവേന്ദു അധികാരി ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷവുമായി BJPയെ അധികാരത്തിൽ എത്തിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, അതോടൊപ്പം നിതിൻ നബീൻ, JP നദ്ദ, പ്രധാനപ്പെട്ട എല്ലാ BJP മുഖ്യമന്ത്രിമാർ, NDA മുഖ്യമന്ത്രിമാർ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരെയും വേദിയിലിരുത്തിയായിരുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്. ശരത്ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എന്തായാലും ബംഗാളിൽ ഇനി സുവേന്ദു യുഗമാണ്. അതെ രുചീഷ്, 9ാമത്തെ മുഖ്യമന്ത്രി, ബംഗാളിലെ 9ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് സുവേന്ദു അധികാരി അധികാരമേറ്റിരിക്കുന്നു. ബംഗാളിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു പുതുയുഗം എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നേട്ടം എന്ന് തന്നെ BJPക്ക് ഇത് പറയാം. അത് അവർ എല്ലാ മുഖ്യമന്ത്രിമാരെയും, എല്ലാ NDA ഘടകകക്ഷി മുഖ്യമന്ത്രിമാരെയും അണിനിരത്തിക്കൊണ്ട്, കേന്ദ്രമന്ത്രിമാരെ അണിനിരത്തിക്കൊണ്ട് മുതിർന്ന പ്രധാനമന്ത്രി തന്നെ നേരിട്ട് റോഡ് ഷോ നടത്തി കൽക്കത്തയിൽ ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ബംഗാളിലെ വിജയം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ രീതിയിലുള്ള പ്രൊജക്ഷൻ നടത്തുന്നു. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ രുചീഷ് നമ്മൾ പറഞ്ഞതാണ്, BJP ജനസംഘൻ സംഘപരിവാറിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് പശ്ചിമ ബംഗാളിലെ ഈ അധികാരം. ഈ അധികാരത്തിന് വേണ്ടി പശ്ചിമ ബംഗാളിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ BJP ജനസംഘം പ്രയത്നിക്കുന്നുണ്ട്. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനമാണ് RSSന് പശ്ചിമ ബംഗാൾ. അതായത് വിവേകാനന്ദൻ മുതൽ അല്ലെങ്കിൽ ടാഗോർ വരെയുള്ള വന്ദേ മാതരം മുതൽ എല്ലാ അല്ലെങ്കിൽ ബംഗാളിൽ BJP ഹിന്ദുത്വം അധികാരം പിടിക്കുക എന്നത് RSSൻ്റെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ്. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിൻ്റെ ഒരു വികാര പ്രകടനവും അതിൻ്റെ ഒരു സന്തോഷവുമാണ് BJP ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലൂടെ കാണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദുത്വ അജണ്ട ഗുജറാത്തിന് ശേഷം ഹിന്ദുത്വ അജണ്ട ഒരിക്കൽ കൂടി പ്രയോഗിക്കാനുള്ള ഒരു സംസ്ഥാനമായി നമുക്ക് ബംഗാളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതുതന്നെയാണ് ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇന്നലെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അമിത്ഷാ നടത്തിയ പ്രസംഗവും നമുക്ക് സൂക്ഷ്മമായി അല്ലെങ്കിൽ വിശകലനം ചെയ്താൽ അത് മനസ്സിലാകും. ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ വേദിയും സദസ്സും നോക്കിയാൽ മനസ്സിലാവും. അതായത് ബംഗാളിൽ BJP ഒരു ആസാമിലോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളോ ഒറീസയിലോ അധികാരത്തിലെത്തുന്ന പോലെയല്ല
പശ്ചിമ ബംഗാൾ അധികാരത്തിൽ UP മാതിരി തന്നെ BJPയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അല്ല RSS ഐഡിയോളജിയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വിജയമാണ് ബംഗാളിലേത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നമുക്ക് കാണിച്ചു തരുന്നത്. ഏതായാലും ഇരട്ട എഞ്ചിൻ സർക്കാർ ബംഗാളിലും അതേപോലെ പിന്നെ കേന്ദ്രത്തിലും BJP ഭരണമാണ്. അങ്ങനെ 9ാമത്തെ മുഖ്യമന്ത്രിയായി ഈ പിന്നെ അധികാരി ചാർജ് ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ഏറ്റെടുക്കുമ്പോൾ BJPയുടെ ഒരു കാവ്യ സ്വപ്നം കൂടി പൂവണിയുകയാണ്. RSSന്റെ ഒരു സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം കൂടി ഇപ്പോൾ പൂവണിയുകയാണ് രുചീഷെ. അതുകൊണ്ട് തന്നെ ഇത് വൻ ആഘോഷമായി മാറ്റി ഇരട്ട എഞ്ചിൻ സർക്കാരിലൂടെ വികസനം കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പ് BJP രൂപീകരിച്ചതിന് ശേഷമുള്ള ആ സ്വപ്നം ഇപ്പോൾ പൂവണിക്കുകയാണ്. 15 വർഷത്തെ മമതാ ബാനർജിയുടെ അധികാരം താഴെ ഇറക്കിക്കൊണ്ട് സുവേന്ദു അധികാരി അവിടേക്ക് വരികയാണ്.